കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ പൊട്ടിത്തെറികൾ തുടരുകയാണ്. ആദ്യം അയൂബ് അടക്കമുള്ള ആളുകൾ കലാപക്കൊടി ഉയർത്തി പുറത്തേക്ക് പോകുന്നു. പിന്നീട് സിറ്റിംഗ് കൗൺസിലറായ അൽഫോൺസ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി നാടകീയമായി മത്സര രംഗത്തേക്ക് വരുന്നു. ഇതേ തുടർന്ന് സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി നിർണ്ണയിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പാർട്ടി നീങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ശോഭിത അടക്കമുള്ളവർക്ക് സീറ്റ് പോലും നൽകാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് DCC ജനറൽ സെക്രട്ടറിയായ NV ബാബുരാജ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതായി ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. എന്താണ് താങ്കൾ പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും രാജിവെക്കാനുണ്ടായ സാഹചര്യം? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ള മാർഗരേഖയിൽ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് വാർഡ് 65 എരഞ്ഞിപ്പാലത്ത് ജില്ലാ കോർ കമ്മിറ്റി നേതൃത്വം സ്വീകരിച്ച മുടന്തൻ നയത്തിനെതിരെയാണ് എന്റെ രാജി. അവിടെ നിയാസിനെ മത്സരിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു, താങ്കളുടെ പേരുണ്ടായിരുന്നു, പലരുടെ. പക്ഷേ അവസാനം ആരാണ് അവിടെ മത്സരിക്കാനായി ഇപ്പോൾ പട്ടികയിലുള്ളത്? ആ വാർഡുമായി യാതൊരു ബന്ധമില്ലാത്ത, 4.5 വർഷം ഈ പാർട്ടിയിൽ സജീവമല്ലാത്ത ഒരു മുൻ ബ്ലോക്ക് പ്രസിഡന്റിനെയാണ് അവിടെ നൂല് കെട്ടിയിറക്കിയിരിക്കുന്നത്. അദ്ദേഹം ആ പ്രദേശമായി യാതൊരു ബന്ധമില്ല, ഒരു ബന്ധവുമില്ല. ബന്ധമുള്ള ആളുകളുടെ പേര് പട്ടികയിൽ ഉണ്ടായിട്ട് പോലും അത് പരിഗണിക്കാതിരിക്കുന്നത് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദർശാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ നിന്ന് വ്യക്തിയാധിഷ്ഠിത രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി പോകുന്നു എന്നതിന്റെ തെളിവല്ലേ? ഈ കോർപ്പറേഷന്റെ ഭരണവുമായി ബന്ധപ്പെട്ടും നിരവധി കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ CPM കോൺഗ്രസ് തമ്മിലുള്ളൊരു കൂട്ടുകെട്ടുണ്ട്, അഴിമതിയുണ്ട്. അത്തരം ചില പ്രശ്നങ്ങൾ കൂടിയുണ്ടോ ഈ രാജിക്ക് പിന്നിൽ? അത്തരം ഈ രാഷ്ട്രീയ ഇടപെടലുകൾ? അഴിമതിക്കെതിരെ നിരന്തരം ഈ കോർപ്പറേഷന്റെ ഭരണത്തിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് പാർട്ടി നിരന്തര സമരങ്ങൾ നടത്തിയിരുന്നു. ഈ സമരങ്ങൾക്കൊന്നും പൂർണ്ണമായ അന്തിമ തീരുമാനമുണ്ടാക്കാൻ കോൺഗ്രസ് പാർട്ടി സാധിച്ചിട്ടില്ല. അതിനെപ്പറ്റി എന്നെപ്പോലുള്ള പ്രവർത്തകർ അന്വേഷണം നടത്തിയപ്പോൾ ഈ സമരം നടത്തിയ എല്ലാ മേഖലകളിലും ചില അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ചില ആളുകൾ നടത്തി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ. അപ്പം ഇനി എന്താണ് ഭാവി പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒന്നൊന്നും രണ്ടല്ല. രാഷ്ട്രീയത്തിൽ ശത്രുവോ മിത്രമോ ഇല്ല. അതുകൊണ്ട് പൊതുജീവിതത്തിൽ, ഈ രാഷ്ട്രീയ ജീവിതത്തിൽ എന്ത് തീരുമാനം എന്നുള്ളത് ഒരുപാട് സഹപ്രവർത്തകരുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാന്നുള്ളതാ. ഇപ്പൊ എന്തായാലും CPM കോൺഗ്രസും കൂട്ടുകച്ചവടക്കാരാണ് കോർപ്പറേഷൻ പരിധിയിൽ അല്ലെങ്കിൽ നഗരത്തില്. BJP ആണ് മറ്റുള്ള അവിടുത്തെ ഒരു ശക്തമുള്ള മറ്റൊരു കക്ഷി. അല്ല, BJP ആണ് മറ്റൊരു കക്ഷി എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയല്ലോ. BJP ഒരു മറ്റ് ചെറിയ കക്ഷികളൊന്നുമില്ലാതെ ഒറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒരു മുന്നണി സംവിധാനമുള്ളത് BJPന്റെ അടുത്താണ്. പക്ഷെ BJPക്കാര് സ്വാഭാവികമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP ഇന്ത്യ പോലുള്ള ഒരു ലോക ജനസംഖ്യയില് 2ാം സ്ഥാനത്തുള്ള ഇന്ത്യയില് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി ഭരണത്തിരിക്കുന്ന പാർട്ടി BJP-യാ. BJPനോട് ആർക്കും അകൽച്ചയൊന്നുമില്ല. ഇപ്പോ ആർക്കും കൂടുതൽ നമുക്കും എന്തില്ല, ഒരു അകൽച്ചയൊന്നുമില്ല BJPനോട്, തൊട്ടുകൂടായ്മയൊന്നുമില്ല. ഒരു മതേതരത്വ രാഷ്ട്രീയ പാർട്ടിയാണ് അവരിൽ ഒരു മന്ത്രി തന്നെ കേരളത്തിൽ നിന്നുള്ള ജോർജ് കുര്യൻ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നല്ലേ. സ്വാഭാവികമായിട്ട് മതേതര രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് എന്താ മടി നമുക്ക്? മതേതര രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാം BJP, ഒരു കുഴപ്പമില്ല. അവർക്ക് നല്ലൊരു നേതാവുണ്ട്, മോദി. ലോകത്തിന്റെ നേതാവാ മോദി, ഇന്ത്യന്റെ അല്ല. ഈ വോട്ട് ചോരി പോലുള്ള കാര്യങ്ങളൊന്നും അടിസ്ഥാനമില്ലെന്ന് ബീഹാർ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും കഴിഞ്ഞല്ലേ, 2 അക്കം തയ്ക്കാൻ പറ്റിയിട്ടില്ല കോൺഗ്രസിന്. അതുകൊണ്ട് വലിയ ഭാവി അക്കാര്യത്തിലില്ല. ഭാവി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ണിൽ അലിഞ്ഞു ചേർന്ന പ്രസ്ഥാനം തന്നെയാണ് കോൺഗ്രസ്. പക്ഷെ നശിപ്പിക്കുന്നത് ഇവിടുത്തെ നേതാക്കന്മാരാ. അപ്പം എന്ത് സാഹചര്യം തള്ളിക്കളയാൻ പറ്റില്ല. ഒരു സാഹചര്യം രാഷ്ട്രീയത്തിൽ ഒന്നൊന്നും രണ്ടല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ സാർ, ഒന്നൊന്നും രണ്ടല്ല. എന്തായാലും ഏത് പ്രസ്ഥാനത്തേക്ക് പോകുന്നുള്ള ഒരു തീരുമാനം നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്തായാലും ഏത് പ്രസ്ഥാനത്തിലേക്ക് എന്ന തീരുമാനം എടുത്തില്ലെങ്കിൽ പോലും BJP തൊട്ടുകൂടാത്ത പാർട്ടിയല്ല. നരേന്ദ്രമോദി മികച്ച നേതാവാണ്. വോട്ട് ചോരി അടക്കം ബീഹാറിൽ പ്രതിഫലിച്ചില്ല എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് വരും എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്.